ഹലോ, എൻ്റെ പേര് മരിയ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ എക്ടോപിക് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് എൻ്റെ എക്ടോപിക് പ്രഗ്നൻസി ജേർണി. ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എൻ്റെ എക്ടോപിക് പ്രഗ്നൻസിയുടെ സർജറിക്ക് ശേഷമുണ്ടായ കാര്യങ്ങളാണ്. എക്ടോപിക് പ്രഗ്നൻസി സർജറി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. എക്ടോപിക് പ്രഗ്നൻസിയുടെ സർജറി എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, അതൊരു കീ ഹോൾ സർജറി ആയിരുന്നു. അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ യൂറിൻ ട്യൂബ് ഉൾപ്പെടെ അവരിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ റിമൂവ് ചെയ്യണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും റൊട്ടീൻസ് ഒക്കെ നോർമൽ ആവണം. ഗ്യാസ് കുറയണം, വയറിൻ്റെ ആ ഒരു കമ്പിച്ച് നിൽക്കുന്നത് കുറയണം. ഇതൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ ഡിസ്ചാർജ് ആകുന്നത്. ഡിസ്ചാർജ് ആയതിനു ശേഷവും എനിക്ക് നല്ല ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പല സ്ഥലത്ത് വേദന ഉണ്ടായിരുന്നു. വയറിൻ്റെ വേദന കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഓക്കെ ആയി വരും. അതിനുശേഷം നമ്മൾ പിന്നെ പോകുന്നത് ഹോസ്പിറ്റലിൽ ഈ ഒരു സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സ്റ്റിച്ചും കൂടി എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു ഫോളോ അപ്പ് കഴിയും. പക്ഷേ നമ്മുടെ ഈ എക്ടോപിക് പ്രഗ്നൻസി എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ആ ഒരു എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ആ ഒരു ട്യൂബിൻ്റെ ഭാഗം അവരൊരു ടെസ്റ്റിന് വിടും. ആ ടെസ്റ്റിൻ്റെ റിസൾട്ടും കൂടെ നമ്മൾ ഇനി ഫോളോ അപ്പിന് ചെല്ലുമ്പം അവർ പരിശോധിച്ച് പറയും. അങ്ങനെ എൻ്റെ ആ ഒരു എക്ടോപിക് പ്രഗ്നൻസി നമ്മുടെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ കാണിച്ചതിന് ശേഷം അവർ ടെസ്റ്റിന് വിട്ടു. ടെസ്റ്റ് റിസൾട്ടിൽ കുഴപ്പങ്ങളൊന്നുമില്ല. അതായത് അൺവാണ്ടഡ് ഗ്രോത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും അതിലില്ല. ടെസ്റ്റ് റിസൾട്ട് വന്നപ്പം പേടിക്കേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നോർമലാണ്, കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ച് നാട്ടിലെത്തി കഴിയുമ്പോഴും എൻ്റെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഒരു എക്ടോപിക് പ്രഗ്നൻസി സംഭവിച്ചത്. അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസിയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ് ഇതിന് റിപ്പീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു ട്യൂബും കൂടി ഉള്ളൂ. ആ ഒരു സ്ഥിതിക്ക് ഇനി റിപ്പീറ്റ് ആയി കഴിഞ്ഞാൽ അത് പിന്നീട് എന്നെ ബാധിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എങ്ങനെ ഈ ഒരു റെപ്പറ്റീഷൻ എന്ന് പറയുന്ന പ്രശ്നം ക്യാൻസൽ ഔട്ട് ചെയ്യാം എന്ന് നോക്കുമായിരുന്നു. എൻ്റെ ആദ്യത്തെ കേസിൽ മിസ്കാരേജ് ആയിരുന്നു. രണ്ടാമത്തെ കേസാണല്ലോ എക്ടോപിക് വന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും, എൻ്റെ യൂട്രസിൽ വന്ന് ഇംപ്ലാന്റ് ആകാൻ സാധ്യതയുണ്ട്. അതായത് എൻ്റെ ട്യൂബുകൾക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള ഡിഫോർമേഷനോ അല്ലെങ്കിൽ ബ്ലോക്കുകളോ ഒന്നും ഇല്ലായിരുന്നു എന്ന് നമുക്ക് ഫസ്റ്റിൽ നിന്ന് നമുക്കൊന്ന് ഊഹിച്ചെടുക്കാം. രണ്ടാമത്തെ കേസിൽ എക്ടോപിക് ആകുന്നേരം എൻ്റെ ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിച്ചിട്ടാണല്ലോ ഫസ്റ്റ് പ്രഗ്നൻസി നമ്മൾ ടെർമിനേറ്റ് ചെയ്ത്. ഇനി ആ സമയത്ത് എന്തെങ്കിലും റെസിഡ്യൂവോ ബ്ലോക്കോ അല്ലെങ്കിൽ ഡിഫോർമേഷനോ ഉണ്ടായതാണോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ കൺഫേം ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. അത് ഡോക്ടറിനോട് ചോദിച്ചപ്പോഴും ഡോക്ടറൊന്നും പറഞ്ഞില്ല. എന്നിട്ടും എനിക്ക് ഇനിയുള്ളത് എക്ടോപിക് ആകാതിരിക്കാൻ അല്ലെങ്കിൽ എന്ത് ചെയ്യാം എന്നൊരു കൺഫ്യൂഷനിൽ നിന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഞാൻ ചങ്ങനാശ്ശേരി സഞ്ജീവനി ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. അങ്ങനെ സഞ്ജീവനിയിലെ ഡോക്ടറാണ് എന്നോട് ഒരു 3 മാസത്തേക്ക് ഫോളിക് ആസിഡ് പ്ലസ് വൈറ്റമിൻ D3 ഒക്കെ അടങ്ങുന്ന ഒരു ടാബ്ലറ്റ് കഴിക്കാൻ തന്നു. അപ്പം എല്ലാവരും പറഞ്ഞു എക്ടോപിക് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്കാരേജ് ആയാലും 6 മാസത്തിന് ശേഷം അടുത്ത് ട്രൈ ചെയ്യാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഫസ്റ്റ് കേസിൽ 6 വീക്സിലാണ് പോയത്. സെക്കൻഡ് കേസിൽ എക്ടോപിക് ആണല്ലോ. അപ്പോൾ എല്ലാവരും അങ്ങനെ പറഞ്ഞു, നീ ഒരു 6 മാസമെങ്കിലും വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഇനി അടുത്ത് ട്രൈ ചെയ്താൽ മതി. പക്ഷേ എൻ്റെ ഒരു പേടി മൊത്തം നമുക്കൊരു ട്യൂബല്ലേ ഉള്ളൂ. അപ്പോൾ പീരിയഡ്സ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ട്യൂബ്സിൽ വരും. അതെപ്പോഴും ഒന്ന് കഴിഞ്ഞ് അടുത്തതാവണമെന്നില്ല. ചിലപ്പം അടുപ്പിച്ച് കുറേ മാസം റൈറ്റ് ഓവറിൽ നിന്നായിരിക്കും, ചിലപ്പം ലെഫ്റ്റ് ഓവറിൽ നിന്നായിരിക്കും, അങ്ങനെ. അപ്പോൾ എൻ്റെ ഈ ലെഫ്റ്റ് മാത്രമല്ല ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ കാണാം ലെഫ്റ്റിൽ നിന്നുള്ള ഓവുലേഷൻ്റെ ചാൻസസ് വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ് റൈറ്റിനെ വെച്ചിട്ടെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ പേടിയുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഒത്തിരി ലേറ്റ് ആക്കണ്ട, നമ്മൾ ആഗ്രഹിക്കുമ്പം ചിലപ്പോൾ പിന്നെ കിട്ടിയില്ലെങ്കിലോ ഇപ്പോഴേ നോക്കിയേക്കാന്ന് വെച്ചു. നമ്മുടെ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്കോ അല്ലെങ്കിൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഡിഫോർമേഷനോ ഒക്കെ ഉള്ളപ്പോഴാണല്ലോ ഇങ്ങനെ നമുക്ക് യൂട്രസിലേക്ക് ആ ഒരു എംബ്രിയോ എത്തി ഇംപ്ലാന്റേഷൻ നടക്കാതെ വരുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട്, ട്യൂബിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ ഒരു എക്സ്റേ ഡോക്ടർ സജസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ ആ എക്സ്റേ ചെയ്യേണ്ടത് നമ്മുടെ പീരിയഡ്സ് ആയി ഒരു 3-4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു നമ്മൾ ഈ ഒരു ഇത് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ തവണ പറ്റിയില്ല നാട്ടിലായിരുന്നപ്പം. പിന്നെ ഡൽഹി വന്നപ്പോൾ എനിക്ക് സിനിമ ചെയ്യാനൊരു പേടിയായിരുന്നു. പിന്നെ എനിക്ക് ഡൗട്ട്ഫുൾ ആയിരുന്നു. പിന്നെ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടർ ഞാൻ ഇനി എപ്പോഴാണ് പ്രഗ്നൻസി ട്രൈ ചെയ്തത്? അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇനിയും അടുത്ത തവണ ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ പ്രഗ്നന്റ് ആയാൽ ഇത് ചെയ്യേണ്ട, അതായത് ഇപ്പോൾ പറഞ്ഞാൽ എക്സ്റേ. ഡോക്ടർ എന്നോട് അങ്ങനെ പിന്നെ 6 മാസം ഒന്നും പറഞ്ഞില്ല. നമുക്കിനി എപ്പോൾ ട്രൈ ചെയ്യണമെന്ന് തോന്നുന്നു അപ്പം ചെയ്യാം. നമ്മളിപ്പോൾ ആ ഒരു സർജറിയുടെ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഒരു മാസമൊക്കെ റെസ്റ്റ് കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ട്രൈ ചെയ്യാം എന്നുള്ള രീതി തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ആ ഒരു 3 മാസത്തേക്ക് കഴിക്കാൻ തന്ന മെഡിസിൻ ഞാൻ മേടിച്ചു. അത് ഞാൻ കഴിക്കാൻ തുടങ്ങി.
അത് ഒരു 3 മാസം കഴിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ, ഏപ്രിലാണ് നമ്മുടെ സർജറി, മെയിൽ ഞാൻ നാട്ടിൽ വന്ന് മരുന്ന് മേടിച്ച് കഴിക്കാൻ തുടങ്ങി, ഓഗസ്റ്റിൽ ഞാൻ കൺസീവ് ആയ സമയത്ത് ഞാൻ നമ്മുടെ ഡൽഹിയിലുള്ള എൻ്റെ ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടുവന്ന് കാണിച്ചു. ഞാൻ പറഞ്ഞു ഈ ഒരു മെഡിസിൻ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അപ്പം ഡോക്ടറിനോട് പറഞ്ഞത് ഇത് എഗ്ഗിൻ്റെ ക്വാളിറ്റി കൂടാനുള്ളതാണ്, അപ്പോൾ മോക്ക് വലിയ പ്രായമായില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ ഒരു മെഡിസിൻ കഴിക്കുന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചു. പക്ഷെ ഞാനിത് കഴിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടന്റ് പ്രശ്നമൊന്നുമില്ല. ഫോളിക് ആസിഡും വൈറ്റമിൻ D3 നമ്മൾ കൺസീവ് ആവാൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അത് കുഴപ്പമില്ല. നമ്മളൊരു എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ മിസ്കാരേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഞാൻ കേട്ടിട്ടുള്ളത്, മിസ്കാരേജ് മരുന്ന് കഴിച്ചു അല്ലെങ്കിൽ നാച്ചുറലി പോകുന്ന മരുന്ന് കഴിച്ച് പോകുമ്പോൾ നമ്മുടെ ബ്ലീഡിങ് തീരുന്നതിനനുസരിച്ച് എന്നോട് ഡോക്ടർ പിന്നെ ഒരു സ്കാനിങ് ഒന്നും പറഞ്ഞില്ല, അതിൻ്റെ ബ്ലീഡിങ് തീരുന്നാൽ മാത്രം നോക്കിയുള്ളൂ. അല്ലാതെ നാച്ചുറലി മിസ്കാരേജ് ആയി പോകുന്നവരുണ്ട്. അപ്പോൾ ആ സമയത്ത് ചില ഡോക്ടേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട് നമ്മൾ പോയി ഒരു സ്കാൻ ചെയ്ത് എല്ലാ റെസിഡ്യൂവും, അതായത് നേരത്തെ ആ പ്രഗ്നൻസിയുടെ എല്ലാ ഭാഗങ്ങളും പുറത്ത് പോയി എന്ന് ഉറപ്പ് വരുത്തണമെന്ന്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്കുകളൊക്കെ മിച്ചം വന്നാൽ ചിലപ്പോൾ അത് പിന്നീട് ഒരു എക്ടോപിക് പ്രഗ്നൻസിക്ക് സാധ്യതയുണ്ടാക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ഓൾറെഡി എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത തവണ, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു മിസ്കാരേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഡോക്ടറിൻ്റെ ഒരു ആശ്വാസം വന്നത് തന്നെ, അല്ലെങ്കിൽ ഞാൻ ചെന്ന പാടെ ഡോക്ടർ പറഞ്ഞത്, ഞാൻ 3ാമത് കൺസീവ് ആയി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് വേഗം പോയി ഒരു ട്രാൻസ്വജൈനൽ സ്കാൻ ചെയ്തു, എന്നിട്ട് നമുക്ക് കുഞ്ഞിനൊന്നും നോക്കണ്ട, എംബ്രിയോ അല്ലെങ്കിൽ ആ ഒരു ഇംപ്ലാന്റേഷൻ സാക്ക് എങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ കൺഫേം ചെയ്യാം, അതായത് യൂട്രസിലാണെന്നുള്ളത്. അതായത് ഒരു എക്ടോപിക് പ്രഗ്നൻസിക്ക് ശേഷം നിങ്ങൾ ആ ഒരു റിസ്ക് ഉണ്ടാവാതിരിക്കാൻ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അടുത്ത തവണ കൺസീവ് ആകുമ്പോൾ ഒത്തിരി ലേറ്റ് ആക്കാതെ നേരത്തെ തന്നെ പോയി ഇത് ട്യൂബിലാണോ യൂട്രസിലാണോ എന്ന് കൺഫേം ചെയ്യാം. നമുക്ക് ട്യൂബിലാണെന്ന് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ കഴിച്ച് അത് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. അല്ല എങ്കിൽ അത് ഓപ്പറേഷനിലേക്ക് വേണ്ടി വരും, പിന്നെയും നമ്മുടെ ട്യൂബ് നഷ്ടപ്പെടും. പിന്നെ ഞാൻ അടുത്ത കൺസീവ് ആവുന്ന സമയം ഞാൻ പറഞ്ഞില്ല, ഒരു 3 മാസം ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ ഒന്നിച്ച് ഒരു പ്രിപ്പറേഷൻ ടൈമായിട്ട് എടുത്തു. അതായത് അടുത്ത ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ്, ഫോർ എക്സാമ്പിൾ ഫോളിക് ആസിഡ് പോലെയുള്ള കണ്ടന്റുകൾ അടങ്ങുന്ന ഫുഡുകൾ, എക്സാമ്പിൾ വാൾനട്ടുകളൊക്കെ, പിന്നെ രാവിലെ നട്ട്സ്, പ്രോപ്പർ ഫുഡ്, പ്രോപ്പർ റുട്ടീൻ, ആൾ ജിമ്മിൽ പോകാൻ തുടങ്ങി, ഞാൻ എൻ്റേതായിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ തുടങ്ങി, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതൊരു വിശ്വാസമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. പക്ഷെ നിങ്ങളൊരു സൈക്കോളജിക്കൽ സെൻസിൽ എടുത്താൽ മതി. നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി വളരെ കാര്യമായി ആഗ്രഹിക്കുക നിങ്ങളുടെ മനസ്സിൽ, അത് നിങ്ങളുടെ സൈക്കോളജിക്കലി നിങ്ങളുടെ മൈൻഡ് വൈസ് തന്നെ നിങ്ങൾക്ക് ഭയങ്കര പവർ തരുന്നൊരു കാര്യമാണ്. എനിക്കൊരു കുഞ്ഞ് വേണം, എനിക്ക് ആരോഗ്യമുള്ള കുഞ്ഞ് വേണം, എനിക്ക് അടുത്ത പ്രഗ്നൻസിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ സ്വയം പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വയം മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രാർത്ഥനയെന്ന് നിങ്ങൾ കൂട്ടിയാൽ മതി. നിങ്ങൾക്ക് പ്രാർത്ഥന എന്ന് പറയുന്ന സ്പിരിച്വൽ വേയിൽ വിശ്വാസം ഇല്ലെങ്കിൽ, അല്ലാതെ വിശ്വാസമുള്ളവരാണെങ്കിലും നിങ്ങൾ ഏത് ദൈവത്തോടാണെങ്കിലും നിങ്ങൾ മനസ്സറിഞ്ഞ് ഉറപ്പോടെ പ്രാർത്ഥിക്കുക. എനിക്ക് കിട്ടണം, എനിക്ക് വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങൾ പരിശ്രമിച്ചു, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏകദേശം ഓക്കെ ആക്കി. ഇനിയും ഒരു പ്രഗ്നൻസി ലോസ് എനിക്ക് തീരെ താങ്ങാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ, ദൈവം പാതി നാം പാതി, നാം പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പം നമ്മുടെ ആ പാതി ഭാഗം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ നടക്കേണ്ട പോലെ നടന്നോളും. പിന്നെ മെയിനായിട്ട് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെസ് കുറച്ചു. ഞാൻ ജോലി റിസൈൻ ചെയ്തു. ഞാൻ എന്തായാലും 1 വർഷം ഗ്യാപ്പ് എടുത്തു. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ജോലി റിസൈൻ ചെയ്യണമെന്നല്ല ഞാൻ പറയണേ, ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ അത്ര സ്ട്രെസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അത് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനൊക്കെ വെച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട്, ഞാനും ഹസ്ബൻഡും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഓക്കെ ആണ്, നമുക്ക് പോകാമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ജോലി വിട്ടു. അല്ലാതെ നിങ്ങൾ പോയി ജോലി കളയണമെന്നല്ല ഞാൻ പറയുന്നത്. സോ നിങ്ങൾ ഏത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണെങ്കിലും, അത് ജോലി ആയിരിക്കാം, ചില റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളൊരു ഫാമിലിക്കകത്തായിരിക്കാം, ആ ഫാമിലി നിങ്ങൾക്ക് ഭയങ്കരമായ സ്ട്രെസ് തരുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക. നിങ്ങൾക്ക് എവിടെയാണോ സ്ട്രെസ് ഉണ്ടാകുന്നത്, അത് ഏത് മേഖലയാണെങ്കിലും ആ ഒരു സ്ട്രെസ് ഉണ്ടാകുന്നതിൽ നിന്നും കുറച്ച് നിങ്ങൾ മാറി നിൽക്കുക. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ കൺസീവ് ആവുന്നതിനെയും ഇംപ്ലാന്റേഷനെയും കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെയും ഒക്കെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ സ്ട്രെസ് കുറയ്ക്കുക, ടെൻഷൻ കുറയ്ക്കുക, ഉറപ്പോടെ മുമ്പോട്ട് പോവുക. എനിക്ക് ഈ കുഞ്ഞിനെ കിട്ടും, എനിക്കിത് കിട്ടണം എന്നുള്ള ഉറപ്പ് വേണം. അല്ലാതെ എപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ട് മൈൻഡിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ തന്നെ അത് നമ്മളെ ബാധിക്കും, അത് ഉറപ്പായിട്ടും ബാധിക്കും. എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാൻ നോക്കും. അങ്ങനെ ഓഗസ്റ്റിൽ നമ്മുടെ ജിയക്കുട്ടീനെ കൺസീവായി. ഇത്രയും നാളും ഞാൻ
പലതവണ സ്കാനിങ്ങിന് പോയിട്ടുണ്ടെങ്കിലും ഹാർട്ട് ബീറ്റ് തേടിയാണ് പോയിട്ടുള്ള മിക്കപ്പോഴും. അപ്പോൾ ഒന്നും എനിക്ക് ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റിയിട്ടില്ല. ഇവളുടെ സമയത്ത് ഫസ്റ്റ് പോയപ്പോൾ നമുക്ക് കുഞ്ഞിനെ ഒന്നും കാണാൻ പറ്റില്ലെങ്കിൽ എംബ്രിയോ ജസ്റ്റ് സാക്ക് മാത്രമേ നമുക്ക് സ്കാനിങ്ങിൽ കാണാൻ പറ്റുള്ളൂ, യൂട്രസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ആദ്യത്തെ എക്ടോപ്പിക് കണ്ടുപിടിച്ച ഡോക്ടറെ അടുത്ത് തന്നെയാണ് സ്കാനിങ്ങിന് ചെന്ന്. ഡോക്ടർ ഒത്തിരി സന്തോഷമായിരുന്നു, വളരെ കെയറിങ് ആയിട്ടാട്ടോ നമ്മുടെ അടുക്ക് ഇടപെടുന്നത്. നമ്മളെല്ലാം കാണിച്ചൊക്കെ തന്നു, ഇതാണ് സാക്ക്, ഇതാണ് ഇങ്ങനെ അങ്ങനെ എല്ലാം കാണിച്ചു തന്നു. രണ്ടാമത്തെ തവണ ചെല്ലുമ്പോൾ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റി. ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. എനിക്ക് ആ നിമിഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും, അതുപോലൊക്കെ ഒരു അവസ്ഥയാണ്. എന്നെയും ഹസ്ബൻഡിനെ അകത്ത് വിളിച്ച് ഡോക്ടർ എല്ലാം ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നു. കാരണം ഡോക്ടറിന് അറിയാമല്ലോ നമ്മൾ ഓൾറെഡി മിസ്കാരേജ് പിന്നെ എക്ടോപ്പിക് ഒക്കെയാണ്. സ്കാനിങ് സെന്ററിലെ ഡോക്ടറിന് അറിയാം, ഡോക്ടർ എല്ലാം കാണിച്ചു തന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സ്കാനിങ് ചെയ്തു. പിന്നീട് നമ്മൾ ഓൾറെഡി നമുക്ക് എക്ടോപ്പിക് ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് ഇനി വരുന്ന പ്രഗ്നൻസി വരുമ്പോൾ നമ്മൾ അതിനെ സസ്റ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ആ ഒരു ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് അടുത്ത വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇതായിരുന്നു നമ്മുടെ ഒരു എക്ടോപ്പിക് ജേർണി കഴിഞ്ഞിട്ട്, അതായത് ആ ഒരു കാർമേഘം മൂടിയ ആകാശം കഴിഞ്ഞ് വന്നൊരു മഴവില്ലാണ് നമ്മുടെ ജിയക്കുട്ടി എന്ന് പറയുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് മറക്കാതെ ചോദിക്കുക. കണക്ട് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്യുക. പിന്നെ ഇനിയും ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് വീഡിയോസ് ചാനലിൽ വരുന്നതായിരിക്കും. സോ stay tuned.